വരുന്ന വാർത്ത. എറണാകുളം തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിൽ 5ാം ക്ലാസ്സുകാരനോട് ക്രൂരത. സ്കൂളിലെത്താൻ വൈകിയെന്ന് ആരോപിച്ച് കുട്ടി ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്കിരുത്തി. പ്രതിഷേധവുമായി കുട്ടിയുടെ രക്ഷിതാക്കളും ബന്ധുക്കളും രംഗത്തെത്തി. ആദ്യം എന്നെ ഇവിടെ 2 റൗണ്ട് ഓടിപ്പിച്ച് ലേറ്റായ കുട്ടികളാണ്. അത് കഴിഞ്ഞിട്ട് എന്നെ ഒച്ചക്കൊരു മുറി കൊണ്ടുവരുത്തി ആദ്യം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആദ്യം കൊണ്ടുവരുത്തിയത് ഒട്ടും വെളിച്ചമൊന്നും ഇല്ലാത്ത ഒരു മുറി കൊണ്ടുവരുത്തി. രണ്ടാമത് പിന്നെ എന്തോ 2 ടീച്ചർ ഇരിപ്പുണ്ടായി അവിടെ. അങ്ങനെ ഒരു മുറി കൊണ്ടുവരുത്തിയിട്ട് അവിടെ നിന്ന് പഠിച്ചോളാൻ പറഞ്ഞു. ഇതിങ്ങനെ 4 പ്രാവശ്യം ആയത് കാരണം അവർ ഇങ്ങനെ മുറി കൊണ്ടുവരുത്തി. ഇവിടുത്തെ പ്രിൻസിപ്പൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി, ഒന്നുമില്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു മുറിയിലിരുത്തിയിട്ട് പഠിച്ചോളാൻ പറയാൻ പറഞ്ഞു. ഇപ്പോൾ ഈ പടമോള് അറിയാമല്ലോ, മെട്രോയുടെ പണിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ 2-3 മിനിറ്റൊക്കെ വൈകിന്നിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇന്നിപ്പോൾ രാവിലെ പ്രിൻസിപ്പൾ വിളിച്ചപ്പോൾ ഹസ്ബൻഡ് കാര്യം പറഞ്ഞ്, അന്ന് ഇന്നിപ്പോൾ വൈകിയതല്ലേ, അപ്പോൾ ഇന്ന് ഒരു ദിവസത്തേക്ക് ക്ഷമിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് പറ്റൂല, അവർക്ക് ക്ഷമിക്കാൻ പറ്റൂല. കൊച്ചിനെ ഇത് ഞങ്ങളുടെ റൂൾസ് ആണെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ പൈസ മുടക്കി പഠിപ്പിക്കണതല്ലോ. ചിലപ്പോൾ ഒരു നേരമൊക്കെ ചിലപ്പോൾ ഇത്തിരി വൈകിന്നൊക്കെ ഇരിക്കും. അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റിയിരുത്തിയാൽ മതി. എങ്ങനെയെങ്കിലും TC വാങ്ങിച്ച് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾക്ക് പുറത്തെ ആൾക്കാരെ അറിയട്ടെ, ഇവിടെയുള്ള പാരൻസും പിള്ളേരൊക്കെ അറിയട്ടെ. സൂര്യശ്രീയാണ് കൊച്ചിയിൽ നിന്ന് വാർത്തകൾ ചേരുന്നത്. സൂര്യശ്രീയും ഇത് പൈസ കൊടുത്ത് പഠിപ്പിക്കുന്നതല്ലേ? ഇത് അത്യാവശ്യം CBSE സ്കൂളാണ്. അത്യാവശ്യം നല്ല ഫീസ് കനപ്പെട്ട് മേടിക്കുന്നുണ്ടാവും. അങ്ങനെ മേടിച്ചിട്ട് 1 മിനിറ്റ് വൈകുമ്പോൾ ഇരുട്ടുമുറി ഇരുത്തുമോ? കൊച്ചി തൃക്കാക്കര പബ്ലിക് സ്കൂളിലാണ് ഇത്തരത്തിലൊരു 5ാം ക്ലാസ്സുകാരനോട് വലിയ രീതിയിലൊരു ക്രൂരത. സ്കൂളിൽ എത്താനുള്ള സമയം വൈകി എന്നാരോപിച്ചാണ് ഈ ഒരു 11 വയസ്സുകാരനോട് സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇത്ര വലിയ രീതിയിലുള്ള ഒരു പണിഷ്മെൻ്റ് ഉണ്ടായിരിക്കുന്നത്. കുട്ടിയെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഇരുട്ടുമുറിയിൽ ഇരുത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഏതാനും നിമിഷങ്ങൾക്ക് ശേഷമാണ് അതിനുശേഷം വേറൊരു മുറിയിലേക്ക് കൊണ്ടുയിരുത്തുകയും ചെയ്തു. സ്ഥിരമായി ഇത്തരത്തിൽ വൈകി എത്തുന്ന കുട്ടികളെ ഇവിടെ സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ തന്നെ ഓടിപ്പിക്കുന്നത് പതിവാണ്. ഇന്നും ഈ ഇത്തരത്തിൽ ഈ 5ാം ക്ലാസ്സുകാരനെ ആദ്യമേ സ്കൂൾ ഗ്രൗണ്ടിൽ 2 റൗണ്ട് ഓടിപ്പിച്ചുവെന്ന് കുട്ടി തന്നെ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഇത്തരത്തിൽ ഇരുട്ട് റൂമിൽ കൊണ്ടുപോയി കുട്ടി ഇരുത്തിയത്. മാനസികമായി ആ കുട്ടി ആകെ ഭയപ്പാടിലാണുള്ളത്. ഇപ്പോൾ നമ്മളുടെ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും ഒക്കെ തമ്മിൽ തർക്കത്തിലേർപ്പെടുകയാണ്. സ്കൂളിൻ്റെ റൂൾ ആണെന്നാണ് സ്കൂൾ അധികൃതരെ വാദം. അവർ പോലീസിനെയൊക്കെ തന്നെ വിവരം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പക്ഷേ ഇത്തരത്തിലൊരു 5ാം ക്ലാസ്സുകാരനോട് ഈ രീതിയിലൊരു ക്രൂരത കാണിക്കുമ്പോൾ പ്രതിഷേധം വലിയ രീതിയിൽ ശക്തമാണ്. നമുക്ക് ഈ കുട്ടിയുടെ പാരന്റിനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, രാവിലെ എന്താണ് സംഭവിച്ചത്? രാവിലെ ഞാനാണ് സ്കൂളിൽ കൊണ്ടുവന്നാക്കിയത്. ഈ ട്രാഫിക് കഴിഞ്ഞ് 8:32 ആയി ഇവിടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്താൻ നേരത്ത്. അപ്പോൾ അവനെൻ്റെ അടുത്ത് പറഞ്ഞു, വാപ്പി എന്നെ ഒന്ന് കയറ്റി, അല്ലെങ്കിൽ ചിലപ്പോൾ കയറ്റൂല, ചിലപ്പോൾ 2 റൗണ്ട് ഓടിപ്പിക്കും, ചിലപ്പോൾ ഇന്ന് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. എപ്പോഴും ലേറ്റ് ആവണ കുട്ടിയല്ല, വല്ലപ്പോഴും ഈ ട്രാഫിക് കാരണം ലേറ്റ് ആവാറുണ്ട്. അതിന് അവനെ 2 റൗണ്ട് ഓടിക്കാറുണ്ട്. ഇന്ന് അവനെ വേറെ ക്ലാസ് മുറിയിൽ ഒറ്റക്ക് കൊണ്ടുപോയി അവനെ ഒരു ഇരുട്ട് റൂമിൽ കൊണ്ടുപോയി ഇരുത്തി. എന്നിട്ട് അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ പ്രിൻസിപ്പാൾ വിളിച്ചിട്ട് പറഞ്ഞ് ലേറ്റ് ആയേക്കണോണ്ട് അവനെ വേറെ റൂമിൽ ഇരുത്തിയേക്കണേണ്, നിങ്ങൾ വന്ന് അവനെ കൂട്ടിക്കൊണ്ട് പോയിക്കോളണം എന്നാണ് പറഞ്ഞത്. അവരൊരു സമാധാനപരമായിട്ട് പറയുള്ളൂ. അവർ പറയണത് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിക്കോ, അവനെ വേറെ ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരുത്തിയേക്കണേണ് എന്നാണ് പറഞ്ഞത്. സ്കൂൾ അധികൃതർ പറയണത് നിങ്ങൾ TC വാങ്ങിച്ച് പോയിക്കോന്നു. നമ്മൾ ഇത്തരം കാശ് കൊടുത്ത് പഠിപ്പിക്കുന്ന സ്കൂളാണ്. അവർ പറയണത് നിങ്ങൾ TC വാങ്ങിച്ച് പോയിക്കോ എന്നാണ് പറയണത്. അശ്മി ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇത്തരത്തിൽ വൈകി എത്തിയ കുട്ടിയെ TC തന്നു വിടാം, കൊണ്ടുപോയിക്കോ എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ കാശ് തന്നെ മുടക്കി പഠിപ്പിക്കുന്ന ഈ ഒരു CBSE സ്കൂളിന്റെ വാദം. സ്കൂൾ അധികൃതരുമായി ഇപ്പോൾ പൊതുപ്രവർത്തകരും രക്ഷിതാക്കളും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഒരു ബഹളം നടക്കുകയാണ്. അവിടെ തർക്കം നടക്കുന്നുണ്ടല്ലേ? വാദം വരുന്നത് ഏതായാലും പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത്ര ധാർഷ്ട്യത്തോടെയാണ് ഞങ്ങൾ സ്കൂൾ അധികൃതരോട് തന്നെ വിശദീകരണം ചോദിക്കാം. രാവിലെ എന്താണ് സംഭവിച്ചത്? മാഡത്തിന് ഞാൻ ലേറ്റായിട്ട് വന്ന 3 തവണ ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പാരൻ്റെ അടുത്ത് പറയും, വാർണിംഗ് കൊടുക്കും. അതായത് ഇനി ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾ വിളിച്ചുകൊണ്ട് പോകണം. അതാണ് നമ്മുടെ റൂൾ ഉള്ളത്. ആ റൂൾ നിങ്ങൾ എന്തോന്ന് റൂള് ഓടിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളെ ഇത്തരത്തിൽ ഓടിക്കുകയും ഇരുട്ടുമുറിയിലൊക്കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.